ശ്രീ വിൻസൻ, താൻ അധികാരത്തിൽ വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തീരുമാനമുണ്ടാക്കും എന്നാണ് പറഞ്ഞത്. നേരത്തെ അജിത് സാർ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അതായത് റഷ്യക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്, തീരുമാനമുണ്ടാകണം, ഇല്ലായെങ്കിൽ നികുതി ചുമത്തും, ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കണമെങ്കിൽ അത് ചെയ്യും. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള മുന്നറിയിപ്പുമായി മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, അധികാരത്തിലേറുന്നതിന് മുമ്പ് മറ്റൊരു അവകാശവാദം എന്നത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ധാരണയ്ക്ക് കാരണം തന്റെ വിജയം എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമാണോ ഈ റഷ്യൻ വിഷയത്തിനും യുക്രൈൻ വിഷയത്തിനുമൊക്കെ ട്രംപിന് ഇടപെടുക എന്നത്? അത് ഈ തുടക്കത്തിലെ ഒരു വീരത്വം കാണിക്കൽ എന്ന നിലയിലേക്ക് വിലയിരുത്തപ്പെടേണ്ടി വരുമോ? വീരത്വം കാണിക്കൽ എന്നുള്ളതല്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പുള്ളിയുടെ സ്റ്റൈല് ബോൾഡ് ഐഡിയാസ് പ്രപ്പോസ് ചെയ്യുക. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം ആദ്യമേ തന്നെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് ആൾക്കാരെ മാനസികമായിട്ട് അതിനോട് അടുപ്പിക്കുക. അപ്പം ഹമാസിനോട് ചെയ്തത് തന്നെയാണല്ലോ. ഞാൻ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ബന്ദികളെ വിട്ടയക്കുകയും വാറിന്റെ സിറ്റുവേഷൻ മാറുകയും ചെയ്തില്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പൊ അത് കേട്ടപ്പോൾ എന്തൊക്കെയാണ് ആ കോൺസിക്വൻസസ് എന്നുള്ള പേടി ഹമാസിന് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായി. അത് തീർച്ചയായിട്ടും അത് ട്രംപിന്റെ ഒരു സക്സസ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ബൈഡൻ ഒരു വർഷം കൊണ്ട് ചെയ്യാൻ സാധിക്കാണ്ടിരുന്നത് ട്രംപിന് ആ ഒരു ഇലക്ഷൻ ജയം കഴിഞ്ഞ ശേഷം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ട്രംപിന്റെ സക്സസ് തന്നെയാണ്. ആ സെയിം തിങ് ആണ് പുള്ളി പുടിനുമായിട്ടും ട്രൈ ചെയ്തത്. പക്ഷേ പുടിൻ ഇസ് എ ഡിഫറെന്റ് ഇക്വേഷൻ. പുടിൻ ഹമാസ് പോലെയല്ല, അതിനേക്കാളും വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ഓപ്പോണന്റ് ആണ്. അപ്പൊ അതത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ പുടിൻ പറയുന്ന കാര്യങ്ങളിൽ പല ന്യായങ്ങളുണ്ട്. അത് കേൾക്കാൻ ട്രംപ് റെഡിയാണ്. ഈ പണ്ടത്തെ ആ ഒരു മറ്റേ വാർ, ഇന്ത്യയും റഷ്യൻ USSR തമ്മിലുള്ള ആ ഒരു വാർ സെനാരിയോ, ആ കോൾഡ് വാർ സെനാരിയോയിൽ ഇന്നുകൊണ്ടാണ് അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് വില എപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ ഇത് അവരുടെ ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അമേരിക്കയിലെ മിലിറ്ററി സപ്ലൈ കമ്പനികളും അമേരിക്കയിലെ പൊളിറ്റീഷ്യൻസും കൂടിയുള്ള ഒരു കൊളൂഷനാണ് ഈ റഷ്യനെ ഏറ്റവും വലിയ എനിമിയായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത്. നമ്മുടെ 1989 സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പം അമേരിക്ക പല പ്രോമിസുകളും ഗോർബച്ചേവിന് നൽകിയിരുന്നു. ഇതൊന്നും അമേരിക്ക നടപ്പാക്കുന്നതിന് മുമ്പ് ഗോർബച്ചേവ് പുറത്തുപോയി അവിടെ ഇതൊന്നും റിട്ടേൺ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്യുമെന്റ്സ്. ഈ നാറ്റോ ഇനി എക്സ്പാൻഡ് ചെയ്യില്ല എന്നുള്ളത്, യുക്രൈൻ ഒരിക്കലും നാറ്റോയിൽ കയറില്ല എന്നുള്ളത്, ഇതെല്ലാം അമേരിക്ക റഷ്യയോട് പ്രോമിസ് ചെയ്തിരുന്ന കാര്യങ്ങൾ, റഷ്യയോടല്ല സോവിയറ്റ് യൂണിയനോട്. അതൊന്നും അമേരിക്ക ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ പുറകിൽ അമേരിക്കയിലുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഓരോ ഘട്ടത്തിലും മാറിക്കൊണ്ടേയിരിക്കില്ലേ? അതാ പറഞ്ഞത്. അപ്പം മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞാൽ പുടിൻ പറയുന്ന പല കാര്യങ്ങളിലും ന്യായമുണ്ട്. ഇപ്പൊ യുക്രൈന്റെ പുള്ളി പിടിച്ചു വെച്ചിരിക്കുന്ന പാർട്ടുകൾ പലതും വളരെ ഹ്യൂജ് മെജോറിറ്റി റഷ്യൻ സംസാരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ പുള്ളി പറയുന്ന ആ ഒരു ന്യായം കേൾക്കാൻ ട്രംപ് റെഡിയാണ്. ഇതിന് മുമ്പുള്ള ഭരണകൂടമോ ഒരു റെഗുലർ അമേരിക്കൻ പൊളിറ്റീഷ്യനോ റെഡിയല്ല. ട്രംപ് ഈ പറഞ്ഞ മാതിരി ഒരു ബോൾഡ് ഐഡിയാസിന്റെ ഒരാളായതുകൊണ്ട് പുള്ളി പറയുന്നു റഷ്യ പറയുന്നതിൽ കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് കേൾക്കും. അതിനകത്ത് എന്താ തെറ്റ്? എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പുള്ളി റെഡിയാണ്. പുള്ളി നോർത്ത് കൊറിയയിൽ പോയി പുള്ളി സംസാരിച്ചില്ലേ? അപ്പൊ ട്രംപ് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണോ അത് ചെയ്യാൻ പുള്ളി വില്ലിംഗ് ആണ്. ഓഫ് കോഴ്സ് വിത്ത് അമേരിക്ക സെൻട്രിക് ഫിലോസഫീസ്. പുള്ളി ജോർജ് ബുഷിനെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്. ബിക്കോസ് ഇറാഖ് വാറിന് പോയതിനും ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ സ്ട്രോങ് ആയിട്ട് ഒബാമ സപ്പോർട്ടർ ആവാൻ കാരണം ഇറാഖ് വാറാണ്. നമുക്കറിയാം അവിടെ ഈ വെപ്പണും മാസ് ഡിസ്ട്രക്ഷൻ ഒന്നും ഇല്ലെന്നറിയാം. ഇവർ ചുമ്മാ ഈ കഥകളെല്ലാം ഉണ്ടാക്കി വാറിന് പോകുന്നു. ആർക്ക് വേണ്ടിയിട്ട്? ഈ ഡിക്ഷണറി പോലുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അമേരിക്കയിൽ ഇതൊരു വലിയൊരു പ്രശ്നമാണ്, ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ ഇൻഫ്ലുവൻസ്. അപ്പൊ ട്രംപ് അതിനെയും ചലഞ്ച് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇന്റലിജൻസ് ബ്രീഫിംഗിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പുടിൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ റെഡി ആയാൽ തന്നെ ലോകം, നമ്മളല്ല അമേരിക്ക എന്ന് പറയുമ്പോൾ ലോകം കേൾക്കാൻ റെഡി ആയാൽ തന്നെ പുടിന്റെ ആ ശൗര്യം ഒന്ന് കുറയും. പുടിൻ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. യുക്രൈനിൽ റഷ്യ സംസാരിക്കുന്ന മെജോറിറ്റി ആൾക്കാർ, റഷ്യ സംസാരിക്കുന്ന ഭാഗങ്ങൾ, അത് റഷ്യയുടെ പാർട്ടാവാൻ ചിലപ്പോൾ ട്രംപ് അതിന് ഓക്കെ ആയിരുന്നിരിക്കും. പുള്ളി സെലൻസ്കിനെ അതിന് കൺവിൻസ് ചെയ്തിരിക്കും. വി ഡോണ്ട് നോ. സെലൻസ്കി ടോട്ടലി അമേരിക്കനെ ഡിപെൻഡന്റ് ആണ്. അപ്പൊ നാച്ചുറൽ ആയിട്ടും പുടിൻ പറയുന്ന ന്യായമായ കാര്യങ്ങൾ സെലൻസ്കിയെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളതായിരിക്കും ട്രംപിന്റെ സ്ട്രാറ്റജി. അതായിരിക്കും പുള്ളി ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം. പക്ഷേ പുടിനുമായിട്ട് പുള്ളി സംസാരിച്ചിട്ടില്ല. അതിനു മുമ്പ് ഈ വാർണിങ്ങുകളെല്ലാം കൊടുത്ത് സംഭവത്തിന്റെ സീരിയസ്നെസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ സിനാരിയോ എല്ലാം പറയുന്നത്, ഈ ടാരിഫിന്റെ എല്ലാം കാര്യം പറയുന്നത്. പിന്നെ ടാരിഫിന്റെ കാര്യം പറയുമ്പോൾ സാറ് ടാരിഫിന്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത വേറൊരു കാര്യമുണ്ട്. നമ്മൾ അമേരിക്ക ടാരിഫ് എന്ന് വിളിക്കുന്നതിന് ഇന്ത്യ കസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മഹീന്ദ്ര ട്രക്ക് അമേരിക്കയിൽ വരുമ്പം ഏറ്റവും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ, ലേബർ ചീപ്പ് ആയതുകൊണ്ട്. അവിടെ ഉണ്ടാക്കുന്ന മഹീന്ദ്ര ട്രക്ക് അമേരിക്കയിൽ വരുമ്പം അതേ സെയിം വിലയ്ക്ക് അമേരിക്കയിൽ വിൽക്കുമ്പോൾ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഹാർലി ഡേവിഡ്സൺ 100% ടാരിഫ്, നമ്മുടെ കസ്റ്റംസ്, ഇന്ത്യക്കാർ കസ്റ്റംസ് എന്ന് വിളിക്കുന്ന സാധനം, അതിന്റെ പേര് ടാരിഫ് തന്നെയാണ്, ഇറക്കുമതി തീരുവ. 100% കസ്റ്റംസ്. അതായത് ഇത്രയും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലുള്ള അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനം അതിന്റെ ഇരട്ടി വിലയ്ക്കേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജനങ്ങൾക്ക് എങ്ങനെ മേടിക്കാൻ പറ്റും? അപ്പൊ നാച്ചുറലി അമേരിക്കയുടെ അങ്ങോട്ടുള്ള എക്സ്പോർട്ട് തടയാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ കസ്റ്റംസ് ഡ്യൂട്ടി അത് ഫെയർ ആണെന്നേ ഇപ്പോൾ പറയുന്നുള്ളൂ.
നിങ്ങളുടെ നിങ്ങളുടെ മഹീന്ദ്ര വരുമ്പോൾ ഞങ്ങൾ 50% ചാർജ് ചെയ്യാം, ഞങ്ങളുടെ ഹാർലി ഡേവിഡ്സൺ വരുമ്പോൾ നിങ്ങൾ 50% ചാർജ് ചെയ്യൂ. ഇതാണ് ട്രംപിന്റെ ഡിമാൻഡ്. അത് ഫെയർ അല്ലേ? ചിന്തിച്ചു നോക്കുക. നമ്മൾ ട്രംപിനെ ചുമ്മാ അനാവശ്യമായിട്ട് നമ്മൾ ഒരു ട്രംപിന് എതിരായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് പകരം ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ then they will know. ട്രംപ് പറയുന്നത് ഫെയർ ആണ്. ട്രംപ് എപ്പോഴും വളരെ ഫെയർ ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ പുള്ളി എല്ലാ രാജ്യങ്ങളെയും ഒപ്പം കാണുന്നു. അമേരിക്ക ഒരു വലിയ ഒരു തറവാട്ടുകാരനോടെ മാറി എല്ലാവർക്കും ദാനം കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അമേരിക്കയ്ക്കും ത്രെട്ടുകളുണ്ട്. അമേരിക്കയുടെ ഉള്ളിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അമേരിക്കയും ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഫെയർ ആയിട്ട് ഉള്ള രീതിയിലേ അമേരിക്കയ്ക്ക് ഇനി പോകാൻ പറ്റുള്ളൂ. ദാനധർമ്മമില്ല, ഫ്രീ ആയിട്ടുള്ള ട്രേഡ് ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. ശരി.